ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും അങ്ങയോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവഭക്തിയിലും നിലനിൽക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണം. ഹല്ലേലൂയ 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 പ്രാർത്ഥിക്കുക. ദൈവമേ മാനുഷികമായ വഴികൾ ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ അങ്ങയുടെ ഇടപെടൽ ഉടമ്പടി പ്രകാരമുള്ള അവിടുത്തെ പുതിയ വഴികൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു തരണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 മഹത്വം ആരാധന ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മ എലിസബത്തിന്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ തിരുമനസ്സായ ദൈവമേ ഞങ്ങളും കൃപാസമയോടുള്ള ഈ നവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനിടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഇത് പ്രാർത്ഥിക്കുക. ഇതാ കർത്താവിന്റെ ദാസി അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച അമ്മേ ഈ നിമിഷം ഞങ്ങളെ അങ്ങേക്ക്
കാണിക്കയായി സമർപ്പിക്കുന്നു. അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ട് തന്റെ മുമ്പാകെ വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്ന ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ ദൈവമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതം ദൈവ തിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ വചനം മാംസമായി രക്ഷകൻ പിറന്നതുപോലെ ആ വചനത്തിലെ പറയുന്ന പോലെ എന്ന ഉടമ്പടി വചനത്താൽ വെറും പച്ചവെള്ളത്തെ പുതുവീഞ്ഞായി അമ്മയുടെ മധ്യസ്ഥതയാൽ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തില് ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ ആരംഭിക്കുവാൻ ഇടയാക്കണമേ. ശ്രുതികടെ പ്രിയമുള്ളവരെ, ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഈശോമിശിഹാ വാഗ്ദാനങ്ങൾ നിങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് പ്രത്യുത്തരിക്കേണ്ടത്. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഉടമ്പടി 15:7 പ്രാർത്ഥിക്കുന്നു. ഈ നാട് നിനക്ക് അവകാശമായി തരാൻ നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന കർത്താവാണ് ഞാൻ. ദൈവമേ, ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് 2 കൊരിന്ത്യർ 1:20 പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് ഈശോ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഈ ഉടമ്പടി വചനപ്രകാരം ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ സങ്കീർത്തനം 32:8 പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി അർപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഈ ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് 2 പത്രോസ് 3:9 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേയുള്ളൂ. കർത്താവേ,
ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് വാഗ്ദാനം സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ആമോസ് 3:7 പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുകയില്ല. ഈ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാനിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൈനീട്ടൽ വാങ്ങിക്കുന്ന പ്രാർത്ഥനയാണ്. ബൈബിളിൽ കൈവെപ്പ് പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ കൈ നീട്ടൽ പ്രാർത്ഥനയുണ്ട്. രണ്ടും ചെയ്യുന്നത് ദൈവമാണ്. പിന്നെ അപ്പോസ്തലന്മാർക്ക് കൈമാറി പാരമ്പര്യമായിട്ട് കൈവെപ്പ് പ്രാർത്ഥന ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാ സോഴ്സ് ഉത്ഭവം ദൈവമാണ്. അപ്പം ദൈവത്തിൻ്റെ മുഴുവൻ ശക്തി ബൈബിൾ എപ്പോഴും പറയും, കർത്താവേ അങ്ങയുടെ ഭുജം വെളിപ്പെടണമേ, ശക്തിപ്പെടുത്തണമേ എന്നൊക്കെ പറയുമ്പോൾ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഹോൾ പവർ ഓഫ് ഗോഡ്. അതായത് ഇസ്രായേലിന് ലഭിച്ച ഏറ്റവും വലിയ വെളിപാട് അതാണ്, അവർ രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ രക്ഷാകരമായ ശക്തിയാണ്. അതിൻ്റെ പ്രകടമായ അടയാളമായിട്ടാണ് കൈ, ദൈവത്തിൻ്റെ കൈ എന്ന് പറയണത് ബൈബിൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ പറയും കൈ വെക്കാൻ പറയും, ചിലപ്പോൾ പറയും കൈ നീട്ടാൻ പറയും. എല്ലാം പ്രാർത്ഥനകളാണ്. പക്ഷേ അങ്ങയുടെ ശക്തി, ഞാൻ അശക്തനായിരിക്കുന്നു, ഞാൻ രോഗിയായിരിക്കുന്നു, എൻ്റെ ജീവിതാവസ്ഥകളെല്ലാം പരിതാപകരമായിരിക്കുന്നു, അങ്ങയുടെ കൈ നീട്ടണമേ. കാര്യം എന്താണ്? അങ്ങനെ പറയാൻ കാരണം എന്താണ്? അങ്ങയുടെ കൈ കൊണ്ടാണ് എന്നെ മെനഞ്ഞത്. അതാണ് പ്രശ്നം. അതാണ് കൈ എന്ന് എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും. കൈ 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 എന്ന് ചൂണ്ടി പറയും. എന്നാൽ കൈ നീട്ടാൻ പറയാൻ എന്താണ്? ആ കൈ കൊണ്ടാണ് നമ്മൾ മെനയപ്പെട്ടത്. ആ കൈ കൊണ്ടാണ് നമുക്കൊരു ജീവിതം കിട്ടിയത്. അതുകൊണ്ട് ജീവിതം പ്രതിസന്ധിയാകുമ്പോൾ ആ കൈ തന്നെ നീളണം. വേറെ ഒരു കൈ നീണ്ടിട്ടും ഒരു കഥയുമില്ല. ഈ ഒരു ബോധം പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാർ കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവരും പ്രതിസന്ധിയാകുമ്പോൾ പിതാവേ അങ്ങയുടെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൈ നീളാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും പ്രാർത്ഥിക്കുക, ദൈവപിതാവേ അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ.
നടപടി 15-16 പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും, അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാനതിനെ പുനരുദ്ധരിക്കും, അതിനെ വീണ്ടും ഞാൻ ഉയർത്തി നിർത്തും. കർത്താവേ, ഈ ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും തകർന്നടിഞ്ഞു പോയ അവസ്ഥകൾ, ആരെല്ലാം ഉടമ്പടി ആ വിഷയത്തിൽ എടുത്തിട്ടുണ്ടോ, ആരെല്ലാം തകർന്നടിഞ്ഞു പോയിട്ടുണ്ടോ, അവരുടെ മേലെല്ലാം ഉടമ്പടി പ്രകാരം അങ്ങനെ വിശുദ്ധമായ വരതുകരം നീട്ടി ഈ ഉടമ്പടി നിവേദന വഴി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നടപടി 16-18 പ്രാർത്ഥിക്കുന്നു. ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെയേറെ ആദായം ഉണ്ടാക്കിയിരുന്നു. പൗലോസ് തിരിഞ്ഞവളുടെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോവുക, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളിൽ നിന്ന് പുറത്തു പോകാൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. കർത്താവേ, ഉടമ്പടി ചെയ്ത മക്കള് അവിചാരമായ എല്ലാ പ്രവർത്തനങ്ങളും വെറുത്തുപേക്ഷിച്ച് അതിൽ നിന്ന് പുറത്തു വരുവാൻ ഉടമ്പടി പ്രാർത്ഥന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 16-25 പ്രാർത്ഥിക്കുന്നു. അർദ്ധരാത്രി അടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ട് വലിയ ഭൂകമ്പമുണ്ടായി എന്ന് കരുതി കലാഗ്രഹത്തിനടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കർത്താവേ, ഉടമ്പടി ചെയ്ത മക്കളുടെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴുവാൻ ഉടമ്പടി പ്രാർത്ഥന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 16-31 പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് നിത്യ രക്ഷ പ്രാപിക്കുവാൻ ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 17-6 പ്രാർത്ഥിക്കുന്നു. ലോകത്തെ തലകീഴായി മറിച്ചിരിക്കുന്ന ഈ മനുഷ്യർ ഇതാ എവിടെയും എത്തിയിരിക്കുന്നു എന്ന അപ്പോസ്തല പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തലകീഴായി മറിയുവാൻ ഇന്നുവേന പ്രാർത്ഥന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ശ്രുതികണ്ഠ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ഏറ്റവും ദീപ്തമായ ഒരു വെളിപാടാണ്
പാപത്തിനെതിരെയുള്ള ഒരു പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ എത്തിയില്ലല്ലോ എന്ന് സഭയെക്കുറിച്ച് പറയണം, സഭയോട് പറയണം. പൗലോസ് പറയണത് പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ എത്തിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നിൻ്റെ ജീവനേക്കാൾ വലുതാണ് നിൻ്റെ വിശുദ്ധിയെന്ന്. ഇത് പൗലോസ് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് പൗലോസ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പൗലോസിൻ്റെ മനസ്സിൽ രണ്ട് കക്ഷികളുണ്ട്. ഒന്ന് പാപത്തിനെതിരായുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ എത്തിയ കുരിശിൽ തറഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യൻ. പിന്നെ പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ എത്തിയ ആ കുരിശിൻ്റെ താഴെ അവൻ്റെ ചോരയിൽ, സ്വന്തം മകൻ്റെ ചോരയിൽ ചവിട്ടി നിൽക്കുന്ന വേറൊരു മനുഷ്യൻ. അവിടം വരെ എത്തിയാലും നമുക്ക് എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈശോനോളം എത്താം, നമുക്ക് എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അമ്മയോളം എത്താം. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ പോലെ പരിശുദ്ധരായിരിക്കണം. ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണത്. അതുകൊണ്ടാണ് വിഗ്രഹാരാധന, വ്യഭിചാരവും ആഭിചാരവും എല്ലാം മ്ലേച്ഛതകളും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ദൈവം ഒരു ജനതയെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി എബ്രാഹത്തിനെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ എബ്രാഹത്തിനോട് പറയും, നിനക്ക് കുഞ്ഞിനെ തരാം, അതാണല്ലോ ഇത്രയും നാളായിട്ടുള്ള നിൻ്റെ മുഴുവൻ പ്രശ്നം. നിനക്ക് ദേശം തരാം സ്വന്തമായിട്ട്, അതാണല്ലോ നിനക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം എനിക്കുണ്ട്. എന്താണ്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെ കുറ്റമറ്റവനായിരിക്കണം എന്ന് അമലോത്ഭവത്തിരുന്നതാണ്. കുറ്റമറ്റ ഒരു വ്യക്തിയെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്രയാണ് അമലോത്ഭവത്തിലെത്തി നിൽക്കുന്നത്. എബ്രാഹത്തിൻ്റെ സന്തതിയാണ് അമ്മ. എബ്രാഹത്തിൻ്റെ സന്തതി എബ്രാഹത്തിനെ വിളിക്കുമ്പോൾ പൗലോസിൻ്റെ കാലം വരെ പൗലോസ് പറയണത് നമ്മൾ എബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ഈശോയും ഇസ്രായേൽ ജനത്തെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ എബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഈ എബ്രാഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ബൈബിള് അങ്ങ് ഇതർന്നു വരണത്. അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് അതിലൂടെ വെളിപ്പെടുന്നത്. കുറ്റമറ്റവനായിരിക്കണം, കുറ്റമറ്റവനായിരിക്കണം. ആ കുറ്റമറ്റ ഒരു സമൂഹം എബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിലൂടെ, യാക്കോബിൻ്റെ 12 ഗോത്രങ്ങളിലൂടെ ദൈവം മുഴുവൻ ആഗ്രഹിച്ചത് കുറ്റമറ്റ ഒരു സമൂഹം ഉണ്ടാകാനാണ്. അതുകൊണ്ടാണ് മതിലൊക്കെ തുളച്ച് രാത്രി പോണ പോലെ, അഭയാർത്ഥിയെപ്പോലെ പോണതുപോലെ നീ കാണിക്കണമെന്നൊക്കെ പറയണത് സഹിക്കാതെ പറയണതാണ്. കാരണം കുറ്റമറ്റ ഒരു ജനതയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ അന്തർദാഹങ്ങൾ ഇങ്ങനെ ചുറ്റുകൊട്ടാരം പോലെ വീണ് ജനം വീണ്ടും മ്ലേച്ഛതയിൽ വീഴുമ്പോൾ അവരെല്ലാം ഇങ്ങനെ ദൈവം അഭയാർത്ഥികളാക്കി കളയും. എപ്പോഴും ഇങ്ങനെ നവീകരിച്ച് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു കുറ്റമറ്റ പരിശുദ്ധമായ ഇത് അനാദികാലം വരെ മുതലുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അത് പൗലോസ് ഇടയ്ക്കൊക്കെ പറയും, എഫേസ്യസ് 1:4 തൻ്റെ മുമ്പാകെ നിഷ്കളങ്കരായിരിക്കണം, സ്നേഹത്തിൽ പരിശുദ്ധനായിരിക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തുവെന്ന്. മറിയത്തിൻ്റെ അമലോത്ഭവം തിരഞ്ഞെടുപ്പ് പോലും യേശുക്രിസ്തുവിൻ്റെ ബേസിലുള്ളതാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു ദൈവത്തെ, അപ്പായുടെ ഒരു മനസ്സുണ്ട്. അപ്പായെപ്പോലെ വിശുദ്ധിയുള്ള ഒരു ജനത, അതാണ് ദൈവം ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്നതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, അതിന് വേണ്ടി രക്തം ചിന്താനുള്ള മക്കൾ എനിക്കുണ്ടെന്ന്. അതാണ് യേശു, അതാണ് അമ്മ. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഒരു പാപം ഉപേക്ഷിച്ചാൽ പോലും സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഈശോ പറഞ്ഞു.
അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് പറയണത് മാലാഖമാരുടെ സന്തോഷമല്ല. അത് അപ്പായുടെ സന്തോഷം കണ്ടിട്ട് മാലാഖമാർ നൃത്തം ചെയ്യുന്നതിൻ്റെ സന്തോഷമാണ്, അപ്പായുടെ മനസ്സിൻ്റെ സന്തോഷമാണ്. നമ്മളൊരു പാപം ഉപേക്ഷിക്കുമ്പോൾ അപ്പായുടെ മനസ്സിൻ്റെ സന്തോഷമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. നമ്മൾ റിപ്പൻറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭംഗിമാക്കില്ല. അപ്പായുടെ മനസ്സ് സന്തോഷിക്കണമേ, വിശുദ്ധിയോടെ ജീവിക്കാനുള്ള അപ്പായുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ എന്നെ വിശുദ്ധിയോടെ നടത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷേ ഏറ്റവും വലിയ പ്രാർത്ഥന. നമുക്ക് ആ ഒരു അരൂപിയോട് വേണം ഇനിയുള്ള പ്രാർത്ഥനകൾ എൻ്റെ മക്കൾ അനുതാപപ്പെടാൻ വേണ്ടി. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന ഉടമ്പടി കൽപ്പനയ്ക്കെതിരെ വന്നുപോയ അപരാധങ്ങൾ ഓർത്ത് കർത്താവെ ഞങ്ങളോട് പൊറുക്കണമേ. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്നുടമ്പടി വാഗ്ദാന പ്രകാരം അത് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വന്നുപോയ അപരാധങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങളോട് പൊറുക്കണമേ. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പനയ്ക്കെതിരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങളോട് പൊറുക്കണമേ. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഭൂമി ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ അരുളിച്ചത് കർത്താവേ, ആ കൽപ്പനകൾക്കെതിരെ വന്നുപോയ എല്ലാ അപരാധങ്ങളും ഓർത്തുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുത് എന്ന കൽപ്പന വഴി ജീവനെതിരെ നടത്തിയിട്ടുള്ള എല്ലാ കയ്യേറ്റങ്ങളുടെ മേലും ഞങ്ങൾക്കുണ്ടായ അവിശുദ്ധിയുടെ പ്രതി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഗാനം ആരംഭിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ ഞങ്ങൾ ശരീരത്തോടുള്ള വിശുദ്ധിയെ നിലനിർത്താനുള്ള വിശ്വസ്തയ്ക്കും ദാമ്പത്യ വിശ്വസ്തയ്ക്കും കളങ്കം ചാർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവമേ മാപ്പ് നൽകണമേ. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുത് എന്ന 7-ാം ഉടമ്പടി കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്ത അപരാധങ്ങളോർത്ത് മാപ്പ് നൽകണമേ. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷി നൽകരുത് എന്ന ഉടമ്പടി വചനത്തിലൂടെ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വന്നുപോയ ഓരോ കള്ളസാക്ഷ്യങ്ങൾക്കും ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അനുദപിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യ വിശ്വസ്തയെയും
ദാമ്പത്യ വിശ്വസ്തയ്ക്കെതിരായി വന്നുപോയ പാപങ്ങളെ അനുസ്മരിച്ച് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ നിങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് യഥാർത്ഥമായി ഉൾക്കാഴ്ച നൽകിയ നാഥ, ഉടമ്പടി വചനം പാലിക്കുന്നത് വന്നുപോയ പാപങ്ങളെ പ്രതി അനുദപിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, രോഗസൗഖ്യത്തിനായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ആമുഖമായി നമുക്കൊരു ഗാനം ആലപിക്കാം. കഷ്ടമില്ല നീങ്ങിടട്ടെ, രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. മക്കളെ, ഇനിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ട് കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന് രോഗങ്ങൾ, രണ്ടാമത്തത് ജീവിതത്തിൻ്റെ ഭൗതിക പ്രതികൂല സാഹചര്യങ്ങൾ. അത് ഇപ്പോൾ വിവാഹം താമസിച്ച് വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവും, ഉറ്റവർ മരിച്ചു പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും, മക്കളില്ലെങ്കിൽ ദുഃഖമുണ്ടാകും. അതുപോലെ രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ക്ലേശങ്ങളുണ്ടാകും. ഇതുപോലെ തന്നെയാണ് ഈശോയിൽ എല്ലാം ഏറ്റെടുക്കുന്ന ആളാണ്. ഈ രോഗശാന്തി പ്രാർത്ഥന സമയത്ത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നൊരു വചനം ഐസയ്യാ 53:4. അതായത് ഏറ്റവും രസകരമായി നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം അത് മുഴുവൻ ധ്യാനിക്കാൻ പറ്റും. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ തന്നെ ചുമക്കേണ്ട ഒരു കഥയുമില്ല. ആ ചുമക്കാൻ ആളുണ്ട്, ഏറ്റെടുക്കാൻ ആളുണ്ട്. ഇപ്പോൾ രോഗങ്ങൾ മാത്രമല്ല, ജീവിത ദുഃഖങ്ങളെന്ന് പറയുന്നതല്ല. ഇപ്പം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തേങ്ങൽ പോലെ ഒരു സ്വരം കേട്ടു. അത് മനസ്സിൽ ആരോ തേങ്ങുന്നത് കേട്ടതാണ്. അപ്പം ആ തേങ്ങണ ആളിൻ്റെ ഉള്ളിലിരിക്കണത് ഓരോരുത്തരും എത്തിയില്ലല്ലോ ദൈവമേ എന്ന് തേങ്ങലാണ്. പക്ഷെ ഞാനത് മറന്നുപോയത് കാരണം പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ വേറെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ സംഭവം ഇതായിരുന്നു, ഓരോരുത്തരും എത്തിയില്ലല്ലോ ദൈവമേ. ഒരിക്കലൊരു പെൺകുട്ടി എന്നോട് വളരെ അടുപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകയാണ്. അവൾ കുറേ കഷ്ടപ്പെട്ടാണ് ഒന്ന് പ്രസവിച്ചത്. പക്ഷേ അവൾക്ക് ബോധം വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ അവളെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞത്, അച്ഛാ ഭയങ്കര പാടായിരുന്നു കൊച്ചു പുറത്ത് വരാൻ വേണ്ടി. വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ എവിടെയോ എത്തിയ പോലെ എനിക്ക് തോന്നിയെന്ന്. ഞാൻ ഇടയ്ക്ക് ഞാനത് ഓർക്കാറുണ്ടത്, അങ്ങനെ പറഞ്ഞത്. ഞാൻ എവിടെയോ എത്തിയ പോലെ. ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോഴേ അത് ഫസ്റ്റായിട്ടുള്ള വാക്കാണത്, ആദ്യത്തെ റെസ്പോൺസാണ്. ഞാൻ എവിടെയോ എത്തിയ പോലെ എനിക്ക് തോന്നിയെന്ന്. അപ്പം ഞാനോർത്തപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടുന്ന ഇത്രയും വലിയ സംഭവമായിരിക്കുമോ? പക്ഷെ അവർക്കത് ഏറ്റവും വലിയൊരു സംഭവമാണ്.
അപ്പോൾ ഞാൻ ഓർത്ത് മനുഷ്യന്മാരെല്ലാവരും ഇതുപോലെയായിരിക്കും, പ്രത്യേകിച്ച് ലേഡീസ്. ഒരു 60% പേരെങ്കിലും കുട്ടികളെ അവരുടെ ജീവിത ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും വാതോരാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉള്ളുകൊണ്ട് അത്രയ്ക്ക് താല്പര്യമുള്ള കാര്യമല്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ വിഷയമായി പ്രാർത്ഥിക്കാം, ഒരു നോർമൽ പ്രാധാന്യം കൊടുത്താൽ മതിയല്ലോ. പക്ഷേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരിയേറെ മക്കൾ ഇന്നുണ്ട്. ഇന്നൊരു അധ്യാപക, ഇന്ന് നടന്ന കാര്യമാണ്. ഒരു അധ്യാപിക, +2 അധ്യാപികൻ, ആ മാതാപിതാക്കന്മാരെ ഇപ്പോൾ ഇറക്കി റോഡെ വിട്ട്. എന്നിട്ട് അവളെവിടെ പോയെന്ന് ആർക്കും അറിയാൻ പാടില്ല. റോഡെ വിട്ടെന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരിയുടെ, നടുവത്തെ സഹോദരിയുടെ വീടിൻ്റെ ബാക്കി കൊണ്ട് ഇറക്കിയെന്നാണ് പോലീസ് പിടിച്ചപ്പോൾ ഇവള് പറഞ്ഞത്. അന്ന് ഇറക്കിയൊന്നുമില്ല. അവർക്ക് നോക്കാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. ഇത്രയും ശമ്പളം കിട്ടുന്ന ആളിന് നോക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും, അപ്പോൾ ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് 2-3 പാർട്ടിക്കാരിത് കണ്ടിട്ടും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഇനി ഞങ്ങൾ സമാധാനം ഉണ്ടാക്കാം, ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇന്ന് ഇലക്ഷൻ അല്ലേ, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ളവർ പോലും മാതാപിതാക്കന്മാർ നോക്കാൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അത് മക്കളുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയത്തില്ല. കാര്യം വേറൊരു ഫോണിലേക്ക് വന്നു. അപ്പോൾ ആ മകൾ പറഞ്ഞത്, അച്ഛാ അമ്മ വീഴാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കണേ, അച്ഛൻ പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ എന്താ കാര്യം, അമ്മയ്ക്ക് നല്ല വയസ്സുണ്ട്, എന്താ കാര്യം, പോയി നോക്കാൻ, വീണാൽ പോയി നോക്കാൻ ആരുമില്ലെന്നാണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, 8 മക്കളുണ്ടേ, അവിടെ ജീവിത പങ്കാളിയും 16, അവിടെ മക്കൾ 16 3 48, 40 പേര് ഉറപ്പാണ്. 40 പേര് അമ്മയുടെ ഡയറക്റ്റ് റിലേഷൻ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. പക്ഷേ എല്ലായിടത്തും കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞൊരവസ്ഥയാണ്. ഇതെനിക്കറിയാവുന്ന കാരണം ഞാൻ ഓർക്കും, ദൈവമേ ഈ മക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അവസാന കാലങ്ങളിൽ സന്ധിക്കുമെന്നും പറഞ്ഞാണ് ചില ആൾക്കാർ മക്കളുടെ കാര്യം പറയണത്. അത് എന്തുമാത്രം ഒക്കുമെന്ന് അറിയത്തില്ല. നമ്മളെ സന്ധിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവസാനമായിരിക്കും നമുക്ക് മനസ്സിലാകാൻ പോണത്. ചിലർക്ക് ആദ്യം മനസ്സിലാകും. പക്ഷെ എന്നാലും വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ദൈവം വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ തന്നെയാണ്. കാര്യം കത്തോലിക്ക സഭ കാർഡിനൽ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ പ്രസിഡന്റിന് കുർബാന കൊടുക്കത്തില്ലെന്ന്. അമേരിക്കൻ പ്രസിഡന്റ് കത്തോലിക്കനാണ്, പക്ഷെ കുർബാന കൊടുക്കത്തില്ല. എന്താ ചോദിച്ചാൽ അങ്ങേര് അബോർഷനെ അനുകൂലിക്കുന്നയാളാണ്. അതാണ് സംഭവം. കാര്യം ഏറ്റവും മാരകമായൊരു പാപമാണ് അബോർഷൻ. അതിനെ അനുകൂലിക്കുകയാണ് ഒരു ആളാണ്. ഹിസ് നോട്ട് എ കാത്തലിക്. ജീവന് വിലയില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവൻ്റെ അപ്പം കൊടുക്കേണ്ട കാര്യമില്ല. സഭയുടെ നിലപാട് കറക്റ്റാണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ആണ് ലോകത്ത് നടക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു പ്രഭാഷണമുണ്ട്, ഞാൻ പ്രഭാഷണമായിട്ട് പറഞ്ഞതല്ല. അതെങ്കിലും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ദൈവമേ ഉള്ളൂ എന്നുള്ള ഒരു ബോധത്തിൽ വേണം എൻ്റെ മക്കൾ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. മക്കളുണ്ടാകാൻ ചിലപ്പോൾ, പക്ഷേ ഈ രോഗം വന്ന് വീണു പോയാൽ ആരാണ് എന്താണെന്ന് ഏതാണെന്നൊക്കെ കച്ചും കൈയും അപ്പം മാത്രമേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ആരോഗ്യമുള്ളപ്പോൾ ഒരിക്കലും മനസ്സിലാകത്തില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മളെ സന്ധിക്കാൻ ദൈവം മാത്രം. ആ ഒരു ബോധത്തിൽ വേണം ഈ പ്രാർത്ഥനയിലേക്ക് മക്കൾ വരാൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഇന്ന് എനിക്കൊരു മെസ്സേജ് കേട്ട ഒരു ചേച്ചി അച്ഛാ, ഇംഗ്ലീഷ് മെസ്സേജാണ്. എൻ്റെ രത്നചുരുക്കം ഇതാണ്: അച്ഛൻ നൊവേനയിലെ കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നറിയാവോ.
എൻ്റെ കുഞ്ഞിന് കഴുത്തുറച്ചിട്ടില്ല. അപ്പം ഞാനിപ്പോഴും എപ്പോഴും നൊവേനെ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നാളെ 9ാമത്തെ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തുറക്കുമെന്ന്. ഇവർ മാത്രമല്ല, ഇങ്ങനെ അനേകം മക്കളുണ്ട് രോഗമുള്ളവർ. 9ാം ദിവസം എന്തെങ്കിലും അമ്മ ഇടപെടും എന്നുള്ള ബോധ്യത്തിൽ, ഞാനും അതേ ബോധ്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഹൃദയരോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കരൾ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉറക്കമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉദര രോഗികൾ, ഗർഭാശയ രോഗികൾ, കിഡ്നി രോഗികൾ, അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, കർത്താവേ, ഇനി ഏതെങ്കിലും ഒരു കേസിൽ നിൻ്റെ തിരുമനസ് എതിരാണെങ്കിൽ പോലും അവർക്ക് സമാധാനത്തോടെ അതിനെ അതിജീവിക്കാനുള്ള മനസ്സ് കൊടുക്കാൻ പറയും. കാര്യം രണ്ടിലൊന്നും സംഭവിക്കാതെ നമ്മളിവിടെ നിന്ന് പിരിയണ പ്രശ്നമില്ല. കാര്യം നമുക്ക് വേറെ ഒരു വഴിയില്ല പോകാൻ. കാര്യം നമ്മളുടെ രോഗം വഹിച്ചതും ഭാരം വഹിച്ചതും ദുഃഖങ്ങൾ വഹിക്കാൻ അപ്പൻ ഏൽപ്പിച്ചത് ഒരേ ഒരാളെ മാത്രമാണ്. അവൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ അവനോട് ഇത് ഏറ്റെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയ രോഗികൾ അവരുടെ നെഞ്ചിൽ കൈവെക്കണം, ഉദര രോഗികൾ അവരുടെ ഉദരത്തിൽ കൈവെക്കണം, അടിവയറ്റിൽ വേദനയുള്ളവരുടെ അടിവയറ്റ് കൈവെക്കണം. അതുപോലെ തന്നെ ശിരസ് സംബന്ധമായ രോഗികളുള്ളവരെ അവരുടെ ശിരസിൽ കൈവെക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ സ്ഥലത്തിനേക്കാൾ 1 മീറ്റർ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ആ അമ്മ തന്നെ ഇപ്പോഴും മധ്യസ്ഥം വഹിച്ച് ആണ് നമുക്ക് ഈ ഉടമ്പടിയെല്ലാം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വലിയൊരു കാഴ്ചപ്പാടുണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ആ ഒരു വിശ്വാസത്തോടെ വേണം ഇപ്പോഴ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. അറിയാമെങ്കിൽ വിശ്വാസപ്രമാണം ചെല്ലാം, ഇല്ലെങ്കിൽ യേശുവേ രക്ഷക എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ നിമിഷം എല്ലാ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിലെ പാപങ്ങൾക്ക് പരിഹാരമായി മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു പുരോഹിതൻ്റെ ദൗത്യം പോലെ, കടമ പോലെ കർത്താവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആരെങ്കിലും വർഷങ്ങളും മാസങ്ങളുമായി കുമ്പസാരിക്കാതെ അയോഗ്യതയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ വിശുദ്ധമായ രക്തത്തെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ഇപ്പോഴും നീ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശിരസ് വേദന അനുഭവിക്കുന്ന മക്കളുണ്ട്. ശിരസ്സിന് കർത്താവെ തലയോട്ടി പൊട്ടുന്ന പോലുള്ള വേദന അനുഭവിക്കുന്ന മക്കളുണ്ട്. അവിടെ എല്ലാം വിശുദ്ധ രക്തം ഇപ്പോൾ തളിക്കണമേ. കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, ആ മക്കൾക്കെല്ലാം വേണ്ടി സഞ്ചാരി മാതാവേ, ഇപ്പോഴവിടെ ചെന്ന് അവരുടെ ഭവനത്തിൽ അവർ കിടക്കുന്ന സ്ഥലത്ത് ചെന്നുകൊണ്ട് അമ്മേ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, നിൻ്റെ ആണിപ്പെടുതാറുന്ന അത്ഭുത കരം, പത്തോസിനെ നടുക്കടലിൽ നിന്ന് പിടിച്ചു കയറ്റിയ കരം, കാറ്റിൻ്റെ മേൽ ഉയർന്ന അതിനെ ശാന്തമാക്കിയ കരം ഇപ്പോൾ കർത്താവേ ഈ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധമായ കരത്താൽ കർത്താവെ ഈ മക്കളെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അസ്ഥി ഞരമ്പുകൾക്ക് വേദനയുള്ളവരെ, ദ്രവിച്ചവരെ ഇപ്പോൾ സ്പർശിക്കണമേ. അസ്ഥി കൂടാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമേ. അസ്ഥി അകന്നവരെ സ്പർശിക്കണമേ. അസ്ഥി ഉറഞ്ഞവരെ സ്പർശിക്കണമേ. അസ്ഥി ദ്രവിക്കുന്നവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധമായ രക്തം ഇപ്പം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ ഞാടി ഞരമ്പുകളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ ഞരമ്പുകളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ ഞരമ്പുകളെ ബ്ലോക്കുകളുമായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കരളിനെ തൊടണമേ. കർത്താവ്, ചുങ്ങിയ കരളുകൾ, വികസിക്കുന്ന കരകൾ, എല്ലാർജിത കടകൾ, ഫാറ്റി ലിവർ, കർത്താവ്, മഹോദര രോഗങ്ങൾ എല്ലാം നീ സ്പർശിക്കണമേ. കർത്താവ്, തൊണ്ടയെ സ്പർശിക്കണമേ. കർത്താവ്, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, അതുപോലെയുള്ള സ്പോണ്ടിലോസിസ് രോഗികളെ എല്ലാവരും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, പങ്ക്രിയാസ് രോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശ്വാസകോശ രോഗികളെ, കർത്താവ്, ശ്വാസകോശ രോഗികൾ അനുഭവിക്കുന്ന സങ്കടകരമായ ശ്വാസം മുട്ടലും ഉറക്കമില്ലായ്മയും ശരീരത്തിൻ്റെ ചൂടും തീയും കർത്താവ്, തലപ്പ് കൊച്ചും എല്ലാം ഇപ്പോൾ അനുസ്മരിക്കുന്നു.
അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോവിഡ് വന്നതിന് ശേഷം കർത്താവെ സംസാരിക്കുമ്പോൾ 5 മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റാത്തവർ, അരമണിക്കൂർ പോലും സംസാരിക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. ശ്വാസകോശത്തിന് എന്തോ ഗുരുതരമായ തടസ്സങ്ങൾ വന്ന് കർത്താവ് അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം ശ്വാസകോശങ്ങൾ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ, പാപക്ഷമയുടെ രക്തത്താൽ, ദൈവത്തിൻ്റെ വീരശക്തി രക്തത്താൽ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ കഴുകപ്പെടട്ടെ. I command you in the name of Jesus Christ to be healed. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. പ്രിയമുള്ളവരെ, ഉദരരോഗങ്ങൾ, അതുപോലെ തന്നെ PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, അരിസസ് രോഗങ്ങൾ, കടലിൽ കുരുക്കളുള്ളവർ, അതുപോലെ തന്നെ ട്യൂബുകൾ ബ്ലോക്കുള്ളവർ, ഫെല്ലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ചെയ്തിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഗർഭം ധരിക്കേണ്ട വ്യക്തികൾ, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത വ്യക്തികൾ, അതുപോലെ തന്നെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത വ്യക്തികൾ, ബീജത്തിന് ആവശ്യമായ കൗണ്ട് ഇല്ലാത്തവർ, നടുവേദനക്കാർ, കിഡ്നി രോഗികൾ, കിഡ്നി ചുങ്ങുന്നവർ, കിഡ്നി എൻലാർജ് ചെയ്യുന്നവർ, ഒരു കിഡ്നി വീക്കുള്ളവർ, 2 കിഡ്നിയും ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നവർ എല്ലാവരും സമർപ്പിച്ചു. അവിടെ എല്ലാം നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസമാണെന്ന് അത് പറഞ്ഞ് അമ്മയോട് മധ്യസ്ഥം ചോദിക്കണം. അമ്മ, അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ, അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്, എനിക്കൊരു സന്തോഷം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ വേണ്ടി എന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ സമാധാനമായിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കണം. കാരണം അത് നമ്മുടെ മൗലിക അവകാശമാണ്. നമ്മൾ സമാധാനത്തോടെ ഉറങ്ങുക എന്നുള്ളത് ദൈവം നമ്മൾ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ മൗലിക അവകാശമാണ്. ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ട് കാണും, പക്ഷെ തിരിച്ചു തരാൻ, എല്ലാം തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ ദൈവത്തിന് കഴിയും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ കഴിയുന്നവനാണ് ദൈവം. ജീവൻ വരെ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു തരാൻ കഴിയുന്നവനാണ് ദൈവം. അത് വാഗ്ദാനങ്ങളുള്ളതാണ്. ഉടമ്പടിയുടെ ആത്മാവാണത്. എല്ലാം എന്ത് നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു തരും, റീഫണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ആ ഒരു വിശ്വാസത്തിൽ, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ശതാധിപൻ 7:7 പറഞ്ഞതാണ്, നീ വരണമെന്നൊരു കഥയുമില്ല, എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എൻ്റെ വീടിൽ നിന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എൻ്റെ ഹൃദയത്തിൽ നിന്നെ ഉൾക്കൊള്ളാൻ വിശുദ്ധിയില്ല. എനിക്കറിയാവുന്ന നിന്നേക്കാളൊപ്പം, നിൻ്റെ ഒപ്പം തന്നെ വലുതാണ് നിൻ്റെ വാക്കെന്ന്. അത് നീ വഴി നിന്ന് പറഞ്ഞാലും അത് നീ തന്നെയാണെന്ന്. അത് നീ വഴി നിന്ന് പറഞ്ഞാലും മതി, ഒരു വാക്ക് അത് നീ തന്നെയാണെന്ന് എനിക്കറിയാം. ഒരു വിജാതിൻ്റെ വിശ്വാസമാണ്. വാക്കിൽ ദൈവമുണ്ട്, അവൻ്റെ വാക്കിൽ ദൈവമുണ്ട്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ, എല്ലാം നിൻ്റെ വാക്കാണ്. എല്ലാം നീ ഞങ്ങൾക്ക് ദാനം നൽകിയത് വാഗ്ദാനത്തിലൂടെയാണ്. ആ വാഗ്ദാന പ്രകാരമാണ് ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആ ഉടമ്പടി പ്രകാരമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ മക്കളെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, ഈശോയെ, കടകർത്തെ കുടൽ രോഗികൾ, അൾസർ രോഗികൾ, അരിസസ് രോഗികൾ, കർത്താവെ, അവർ സ്പർശിക്കുന്ന കർത്താവെ, ഈശോ, മക്കളില്ലാത്തവര്, PCOD രോഗികൾ, പിസ്റ്റുല രോഗികൾ, ഓട്ടിസം ബാധിച്ച മക്കൾ, ന്യൂറോ രോഗികൾ, രോഗികൾ, മനോരോഗികൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, കിഡ്നി രോഗികൾ, വാതരോഗികൾ, അസ്ഥി രോഗികൾ, ഞരമ്പ് രോഗികൾ, കർത്താവെ സ്പർശിക്കുന്ന കർത്താവെ, ആന്തരിക അവയവങ്ങൾക്ക് മഴയുള്ളവരെ, ക്യാൻസർ രോഗികൾ, ഇപ്പൊ സ്പർശിക്കണം. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, അമലഭമാതാവിന്റെ മധ്യസ്ഥത്തിൽ, യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, സൗഖ്യമുള്ളതാണ്. ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ
ആ വാക്ക് മറന്നു പോകരുത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്തൊരു ഹൃദ്യമാണത് കേൾക്കാൻ. ലോകത്ത് ദൈവത്തിൻ്റെ പേക്കോലങ്ങൾ എന്തുമാത്രം പല സമാന്തര സങ്കല്പങ്ങളുണ്ട്. ആരും ദുഃഖം ചുമക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ആരും ദുഃഖം ചുമക്കാമെന്ന് പറഞ്ഞിട്ടില്ല. നിന്നോട് നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ദുഃഖം ചുമക്കാം. നിൻ്റെ ദുഃഖമേ. ഇപ്പോൾ പോയിട്ട് ഈ പരീക്ഷയ്ക്ക് 4 പ്രാവശ്യം എഴുതി തോറ്റുപോയി. അത് ദുഃഖമല്ലേ? അത് ഞാൻ ചുമന്നോളാന്ന്. IIT അതുപോലെ തന്നെ എല്ലാ പരീക്ഷകളുമില്ലേ? അതിൻ്റെ ദുഃഖമല്ലേ? നിൻ്റെ ഭർത്താവ് ഇന്ന് വരെ ആത്മാർത്ഥമായി നിന്നെ നോക്കി സംസാരിക്കാത്തതും അത് നിൻ്റെ ദുഃഖമല്ലേ? അത് ഞാൻ ചുമന്നോളാവുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളപ്പോൾ ഒരു വസ്ത്രം കൊടുക്കാൻ പറ്റാതിരിക്കുന്നത് നിൻ്റെ ദുഃഖമല്ലേ? അത് ഞാൻ ചുമന്നോളാവുന്നു. ദാറ്റ് മീൻസ് ഐ വിൽ ബെയർ യു. ഞാൻ നിന്നെ വഹിക്കാമെന്നാണ് പറയണത്. ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. ഞാൻ നിന്നെ എൻ്റെ വലതുകരത്തിൽ, എൻ്റെ വിജയകരമായ വലതുകരത്തിൽ താങ്ങി നിർത്തും. എന്തുകൊണ്ടാണ്? നീ തോറ്റവനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്. ഐസിയ 43:10 ഇതാണ്. നീ തോറ്റവനാണെന്ന് എനിക്ക് തോന്നി. ജീവിതത്തിൽ തോറ്റുപോയവർ, ജോലിയില്ലാതെ തോറ്റുപോയവർ, വിവാഹം നടക്കാതെ തോറ്റുപോയവർ, കുഞ്ഞുങ്ങളില്ലാതെ തോറ്റുപോയവർ, പറമ്പില്ലാതെ തോറ്റുപോയവർ, പഠിച്ചിട്ടും തലയിൽ കയറാതെ തോറ്റുപോയവർ, ഓരോ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് തോറ്റുപോയവർ, ഒരു ജീവിത പങ്കാളിയെ മനസ്സിലത്ത് കണ്ടാൽ തോറ്റുപോയവർ, ജീവിതത്തിലെല്ലാം തോറ്റുപോയവർ, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്നും, അപ്പനിൽ നിന്നും, അമ്മയിൽ നിന്നും, മക്കളിൽ നിന്നോ ഒരു സ്നേഹവും സന്ധിപ്പും കിട്ടാമെന്നല്ല തോറ്റുപോയവരുണ്ട്. ഈ തോറ്റുപോയവരെല്ലാം നോക്കിക്കൊണ്ടാണ് പറയണത്, എൻ്റെ ജയിച്ച ഒരു കരമുണ്ടെന്ന്, നിന്നെ മെനഞ്ഞ ഒരു കരമുണ്ട്. ഐ വിൽ അപ്ഹോൾഡ് യു. ഞാൻ നിന്നെ താങ്ങിയെടുക്കും ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. എൻ്റെ വിജയകരമായ വലത് കരത്തിൽ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴും. നിൻ്റെ വാഗ്ദാനമാണിതെല്ലാം. ഐസിയ 40:10 വാഗ്ദാനമാണ് കർത്താവ്. ഈ നിൻ്റെ വിജയകരം പാപത്തെ ജയിച്ച് ജീവനെ പുനരുദ്ധരിച്ച് സാത്താനെ തച്ചുടച്ച് നിൻ്റെ വലതുകരം ഇപ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ മക്കളെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജീവിതത്തിൽ തോറ്റുപോയ എല്ലാ മക്കളുടെ മേലും വിജയത്തിൻ്റെ വലിയ കരങ്ങളിലേക്ക് കർത്താവിനെ സമർപ്പിക്കുകയാണ്. കർത്താവ് വിദ്യാഭ്യാസ മേഖലകൾ, ജീവിത മേഖലകൾ, പാർപ്പിട മേഖലകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മേഖലകൾ, ജീവിത സ്വപ്നങ്ങൾ, ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്തോ ആ മേഖലകളിലെല്ലാം കർത്താവ് ഇപ്പോഴേ എവിടെ ഏതെല്ലാം മേഖലകളിൽ തോറ്റുപോയോ, ജോലി കർത്താവ് ഏതെല്ലാം മേഖലകളിൽ മറ്റു മനുഷ്യരുടെ മുമ്പിൽ അപമാന പാത്രമായോ ആ മേഖലകളിൽ അഭിമാനത്തിന്റെ നാമമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ വിശുദ്ധമായ വലതുകരത്താൽ നീ ഏറ്റെടുക്കപ്പെടട്ടെ. നിന്റെ ജീവിതം ഏറ്റെടുക്കപ്പെടട്ടെ. നീ വിജയിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏതെങ്കിലും ജീവിത ആവശ്യങ്ങൾ അച്ഛൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാം. സമാപനാശീർവാദ സമയമായതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഈ വിഷയം സമർപ്പിക്കേണ്ട സമയമാണ്. കൈകൾ കൊപ്പി കണ്ണടച്ച് നിൻ്റെ കണ്ണുനീരെ പ്രാർത്ഥനയാക്കി പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. അമലോത്ഭ മാതാവിൻ്റെ പെരുന്നാളിൻ്റെ ഒരു പങ്ക് തരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക അമ്മയോട്. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വചനം കേട്ട് അത് പാലിക്കുന്നതിലൂടെ ഉടമ്പടി നിബന്ധനകൾ പ്രകാരം അങ്ങയുടെ വലിയ അനുഗ്രഹത്താൽ ഞങ്ങൾ നിറക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ. സമാപന ഗാനം ആരംഭിച്ചുകൊണ്ട്